ഹേമ കമ്മിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു. അതുപോലെ തന്നെ സിനിമയിലെ പീഡനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടു അല്ലേ. ടി വിയിൽ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ചു. ഈ സിനിമയിൽ അഭിനയിക്കുന്ന മോഹങ്ങളുമായിട്ട് വരുന്ന ഒത്തിരി പെൺകുട്ടികളായാലും സഹോദരങ്ങളായാലും അമ്മമാരായാലും ഇവർ നേരിടുന്ന വലിയൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഈ ആഴ്ചയോട് മുഴുവൻ ടി വിയിൽ ഫുൾ ടൈം നമ്മൾ കാണുകയാണ് അല്ലേ. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ചു കാണും. നമ്മുടെ നാട്ടിലെ സിനിമ നമ്മളൊക്കെ ആരാധിക്കുന്ന എന്നാ പറയുന്നത്, നമ്മളൊക്കെ സിനിമ കണ്ടു കോടിക്കണക്കിന് രൂപ നേടിക്കൊടുക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മുടെ പണം കൊണ്ടാണ് ഇവിടെ ഇവർ തിന്ന് കുടിച്ച് വിഴുത്ത് വലിയ ആഡംബര ജീവിതത്തിൽ ജീവിക്കുന്ന ഏത് നടനായാലും സാധാരണക്കാരായ നമ്മൾ കാണുന്ന സിനിമയുടെ ഇതുകൊണ്ടല്ലേ ഇവർക്കെല്ലാം ഇത്രയും പണം ഉണ്ടാകുന്നതും ഇത്ര ആസ്തി ഉണ്ടാകുന്നതും ഇത്രയും സ്റ്റാർ വാല്യൂ ഉണ്ടായതും നമ്മൾ സാധാരണക്കാർ ഓരോരുത്തരും കൊണ്ടാണ്. അല്ലാതെ സ്വന്തമായ കഴിവുള്ളതുകൊണ്ടാണോ ഇവരെല്ലാം കയറി വന്ന് ഇത് കാണാനൊരു ജനം ഇവിടെ ഉള്ളതുകൊണ്ടാണ്, ഇവരെ വളർത്താനൊരു ജനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് അല്ലേ. എന്നിട്ട് ഇവർ ഇത്ര കുറച്ച് ഫാനായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റാറായി കഴിയുമ്പോൾ ഇവരെല്ലാം ചെയ്യുന്ന ഒരു ചെയ്ത്തുണ്ടോ അല്ലേ. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് ഭയങ്കര ഭീകരം തന്നെയാണല്ലേ. സ്ത്രീകളെ ഇങ്ങനെ സിനിമയിലെ ഒത്തിരി സ്വപ്നങ്ങളുമായി മോഹങ്ങളുമായി ഒത്തിരി ടാലൻ്റുള്ള ആർട്ടിസ്റ്റുകളല്ലേ, അങ്ങനെ തന്നെ വേണം. ഒരുപാട് കഴിവുള്ള ആർട്ടിസ്റ്റുകളൊക്കെ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന വല്ലാത്തൊരവസ്ഥ തന്നെ. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചത്. എന്ന് അവസാനിക്കും ഇങ്ങനെ. പണ്ട് മുതലേ എനിക്ക് തോന്നുന്നത്, പണ്ട് മുതലേ സിനിമയിൽ ഇതുപോലത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇതിന് വേണ്ട വിധത്തിലുള്ള ഒരു ശ്രദ്ധ ഒരു കാലത്തും കിട്ടിയിട്ടില്ല. കഴിഞ്ഞു പോയ ഓരോ മന്ത്രിസഭയാണെങ്കിലും എല്ലാ ഗവൺമെൻറ്റുകളായാലും പോലീസുകാരായാലും ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ അവർ നിന്നിട്ടുമില്ല. അവരെല്ലാം ഇതുപോലത്തെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക് ഒത്താശ കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്താ അല്ലേ നമ്മുടെ നാടിൻ്റെ ശോചനീയാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിൽ വന്ന മാറ്റങ്ങൾ ഭയങ്കര അല്ലേ. ഞാനവിടെ ഫിൽറ്റർ ഇട്ട് നോക്കുകയായിരുന്നു. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നല്ലേ, നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഈ ചോദ്യമാണ്. ഹായ് 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 ഹായ്, നമസ്കാരം. ഒരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഹായ് ഫുട്ബോൾ വിക്ടറി. ഹായ്, സുഖമാണോ? എവിടെയാണ് സ്ഥലം? ചോറുണ്ടോ? ഞാനിങ്ങനെ ലൈവ് വന്നായിരുന്നു, നമ്മുടെ സിനിമാ മേഖലയെക്കുറിച്ച് ഇങ്ങനെ സബ്ജക്റ്റ് പറഞ്ഞു പോയതാണ്. എന്നതല്ല, നമ്മൾ ടി വി തുറക്കുമ്പോഴേ എത്ര പേരാണ് സിനിമാ മേഖലയിൽ ഇതുപോലെ സിനിമാ നടികൾ പീഡിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ഒത്തിരി പേര് പറയാത്തവരുണ്ടല്ലേ. ഒത്തിരി നമ്മൾ കാണുന്ന ഒത്തിരി പേര് രഹസ്യമായിട്ട് മൊഴി കൊടുത്തവരുണ്ട്. ഈ വല്ലാത്തൊരവസ്ഥ തന്നെ. നമ്മൾ ഓരോരുത്തരും കണ്ട് നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെട്ട് വളർന്നു വന്ന ഈ നടന്മാർ അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ അല്ലേ. സാധാരണക്കാരനൊരു കാഴ്ചക്കാരനൊരു പ്രേക്ഷകനുള്ളതുകൊണ്ടാണ് ഓരോ സിനിമയും വിജയിക്കുന്നത്. നമ്മളൊരു സ്റ്റാർ പരിവേഷം ഈ ജനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഓരോ സിനിമാ നടന്മാരും അല്ലെങ്കിൽ ഓരോ സിനിമാ നടന്മാരൊക്കെ വലിയൊരു സ്റ്റാറൊക്കെ ആവുന്നത്. എന്നിട്ട് ഇതുപോലെ എന്നാ പറയണ്ടേ, ഒരു സിനിമാ മോഹമായി എത്തുന്ന പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന എത്രയോ പേരെയാണ് നമ്മളിപ്പോൾ കാണുന്നതല്ലേ. ഫുട്ബോൾ വിക്ടറി എവിടെയാണ് സ്ഥലം? മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ടേക്ക്? സിനിമാ നടന്മാർക്ക് അല്ലേ, സിനിമാ നടിമാർക്ക് പോലും ഇപ്പം ഒരു രക്ഷയില്ലെന്ന് പറയുന്ന അവസ്ഥയല്ലേ. സിനിമാ നടിമാർ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ആളുകളുടെ അമ്മമാർക്ക് പോലും ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ എന്തൊരു പരിതാപകരമായ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ദിവസം ഒരു